ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ സ്പ്രിങ്സ് ഇപ്പോൾ നോക്കുക, ഇത് എൻ്റെ അക്കൗണ്ടല്ല, MR Zoro എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നോർത്ത് അമേരിക്കൻ സെർവറാണ് ഗൈസ്, നമ്മുടെ ഇന്ത്യൻ സെർവർ അല്ല. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ആദ്യം നമുക്ക് എന്ത് കളിക്കണം. അപ്പോൾ വീഡിയോ പോകുന്നത് മുമ്പ് ഗൈസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റ് കൊടുക്കുക, ഞാൻ അതിൽ ഹാർട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് ലോങ് കളിക്കാം. ഓക്കെ, എന്തോണി എന്തെങ്കിലും കയറുന്നൊന്നും പറയരുത് ഗൈസ്. ഇത് നോർത്ത് അമേരിക്ക സെർവറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഐ മീൻ നോർമലായിട്ട് നോർത്ത് അതേ ഐറ്റംസ് തന്നെയാണ്. എന്നാൽ പോണേ മുമ്പിൽ ഒരു ക്യാരക്ടർ സ്കില്ല് വെക്കാം. ഓക്കെ, ഒരു ക്യാരക്ടർ സ്കില്ല് നമുക്ക് ഓറിയോണ്ട് വെക്കാം. പിന്നെ നമുക്ക് ലിയോണ്ട് റിക്കവർ നമ്മളെ മാർക്കുന്നത് കളിക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ചൊക്കെ സ്പിൻ ചെയ്തിട്ടോ. എനിക്ക് ആകെ 2 ഇമോട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മറ്റേ ഹൈ ഇമോട്ടുണ്ട്, പിന്നെ മറ്റേ ടാട്ടർ ഇമോട്ടൊക്കെ മുഹമ്മദ് FT. അപ്പോൾ മുഹമ്മദ് FT ഈ സെർവർ കളിക്കാൻ ഭയങ്കര നെറ്റുണ്ട് ഗൈസ്. അതുകൊണ്ട് എൻ്റെ പിന്നൊക്കെ 213 ഗൈസ്. പക്ഷെ നല്ല ലാഗൊക്കെ തന്നെ ഗൈസ്. നമുക്ക് കളിക്കാം. അടുത്ത മുഹമ്മദ് FT ആണ് ഗൈസ്. മുഹമ്മദ് FTനെ അടിക്കാം. മുഹമ്മദ് FT എവിടാ? മുഹമ്മദ് FT എവിടാ? അപ്പോൾ ഈ സീനകത്ത് സാധാ പോലെ അല്ലാന്നേ. ഈ സീനകത്ത് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ എനിക്ക് വളരെ കഷ്ടമാണ് ഗൈസ്. കട്ടൊക്കെ ലാഗിയാണ്. പക്ഷെ പറഞ്ഞില്ലേ, അത് കാരണമാണ് എനിമി നമ്മൾ നല്ല ഡാം വരുന്നത്. ഗൈസ് ചെറുതായിട്ട് വൈബ്രേഷനൊക്കെ അടിക്കുന്നുണ്ട്. എനിമി വിടറാ. പക്ഷെ പറഞ്ഞില്ലേ, അതറിഞ്ഞ ഇമ്മാര് ലാഗ് കാരണം ഇവന്മാർ നല്ല ഹെഡ് ഷോട്ടൊക്കെ അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ന്യൂബന്മാരാണെങ്കിലും ഇല്ലേ, നമുക്ക് കിടിലം ഗൺ സ്കിൽസ് ഒക്കെ എടുക്കാൻ പറ്റും ഗൈസ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഈ മുഹമ്മദ് FTനെ അടിച്ചുറക്കാം. പക്ഷെ മാറിക്കോ. സമ്മതിച്ചില്ല ഗൈസ്. ഈ മുഹമ്മദ് FT കുറച്ച് പിഴഞ്ഞ ആളുള്ള ഗൈസ്. കയറിനെ മുഹമ്മദ് FT എവിടാ? ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് എവിടാ? ഞാൻ ഗൈസ് വോളിലിരുന്നിട്ട് പോലെ എന്നെ അടിക്കണം. അത്രയ്ക്ക് വറസ്റ്റ് ഇത്. മുഹമ്മദ് FT വരും. മുഹമ്മദ് FT എവിടെയോ ഗൈസ്? ഊക്കവും കിട്ടുന്നുണ്ട് ആ കള്ളൻ. മുഹമ്മദ് FTനെ അടിക്കാൻ പറ്റൂ ഗൈസ്. പുറകെന്നൊക്കെ ചാടി വന്നു. സാധാരണ ഭയങ്കര ലാഗിയാണിത്. ഗൈസ് എന്തോ ഞാൻ 200 കൊടുത്തിട്ട് ഗൈസ് ഇങ്ങോട്ട് കിട്ടി. അതാണ് ഗൈസ് ഭയങ്കര ലാഗ് ചെയ്ത്. ഞാൻ ലാഗ് കളിക്കുന്ന ഗൈസ്. നമുക്ക് ഡെസേർട്ട് ആൻഡ് FD എടുക്കാം. നമുക്ക് മുഹമ്മദ് FTക്ക് റോങ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പറ്റുന്നവരെ സപ്പോർട്ടും ചെയ്യുക. കമൻറ്റൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ UID സെർച്ച് ചെയ്യും ഞാൻ. അപ്പോൾ നിങ്ങൾ എനിക്ക് UID തന്നേക്കുക. സോറി, ഹെഡ് ഷോട്ട് അടിക്കണമല്ലോ. ഇതേ വന്നു മുഹമ്മദ് FT. മുഹമ്മദ് FT മുഹമ്മദ് FT കൊള്ളാം. FT മാറാ അന്നി മോനെ.
അതൊക്കെ ലാഗാണ്. അമേരിക്ക സർവർ ഇമ്മായി കഷ്ടമാണ് ഗൈസ്. ഓക്കെ സോഞ്ഞ കൊന്നിട്ടുണ്ട്. കുത്തിപ്പിടി തന്നെ ചെയ്യേണ്ടി വന്നു ഗൈസ്. സാൻഡോണി വെച്ചെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടാകും ഗൈസ്. അത്യാവശ്യം അവനും നമ്മൾ നല്ല അടിച്ചതെങ്കിലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ്. ഗൈസ് കുഞ്ഞാണിച്ചല്ല വേണ്ട, ന്യൂ പ്ലെയർ അല്ലേ, പറയാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞ് കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടിച്ചത്. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. കീട് ഹെഡ്ഷോട്ട് ഇമോട്ട് ഇട്ടാലാ എന്നാ മോനെ നീ ചെയ്ത തന്നെ ഞാൻ തിരിച്ചൊന്നും ചെയ്തേക്കും. ബസ് ലിറ്റിൽ ഓറിയോടെ സ്കില്ല് വന്നില്ല ഗൈസ്. ഇതെന്ത് കഷ്ടം ഗൈസ്. അപ്പോൾ ഗൈസ് പണ്ടത്തെ പോലെ ഇപ്പോൾ ഈ 4 hour ലവ് എന്ന് പറഞ്ഞ ബണ്ടിലാണ് കൊടുക്കുന്നത്. മുഹമ്മദ് എഫ് ടി ബസ് വീട് കോംബോ ബൈസോൺ MP5 ആണ്. ബസ് ലിറ്റിൽ ഇത് വേർസ്റ്റ് കോംബോ ആയിരിക്കും ഇത്. ബൈസോൺ കുത്തിപ്പിടിയാണെങ്കിൽ MP5 ഹെഡ്ഷോട്ടിനാണ്. ഈ മുഹമ്മദ് എഫ് ടീൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. വല്ലാത്തൊരു മൈൻഡ് സെറ്റാണ് ഗൈസ്. ഓ ഭാഗ്യം ഗൈസ്, നമ്മൾ ഇട്ട് നിൽക്കണം അവനവിടെ. പക്ഷെ അവൻ ഈ വഴി വരും കണ്ടോ. പോണേ ചെയ്താൻ 54 കൊടുത്ത്. ഏത് കാശ് കട്ടോ ലാഗാ. ഞാൻ മോക്കോൻ്റെ സ്കിൽ വെച്ചോണ്ട് കാണാൻ എനിക്ക് അവനാ. കേസ് താഴെ ഇറങ്ങണ്ട്. ഇറങ്ങടാ നീ. ഇറങ്ങി കുഞ്ഞു പോണ്. വോൾ ഹാക്കർ കട്ട വോൾ ഹാക്കർ കാണാൻ പറ്റുമോ നമുക്ക് അവരെ കണ്ട. കാരണം ക്രെഡില് വന്നു മോക്കോൻ്റെ സ്കില്ലൊക്കെ. കട്ട വോൾ ഹാക്കർട്ടാ. എന്ത് വോൾ ഹാക്കറാടാ. ബൈസൺ ഇത്ര വോറസ്റ്റ് ഗണ്ണാന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. അതറിഞ്ഞാ അമേരിക്ക സർവർ വോറസ്റ്റാണ്. ഇത്ര നെറ്റ്വർക്ക് വേണോ ഈ വന്നികൾക്ക്. സ്മോക്ക് വർക്കല്ല കള്ള എടാ എന്താ ഗസ് ഭയങ്കര ലാഗാണ് ഗൈസ്. കളിക്കാം പന്നിനെ ഇങ്ങോട്ടിട്ട്. പക്ഷെ ലിറ്റർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞാ ഇത് ലാഗ് എന്ത്. അമേരിക്കക്കാർ തല അടിച്ച് കൊടുക്കാം. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ സ്പാസ് എടുത്ത് കാണിച്ചില്ല. അതെന്നെ ഇന്ന് കാണിച്ചിട്ടുണ്ട് സ്പാസ്. M8 ഇഷ്ടം തന്നെയാണ് ഗൈസ്. എന്നാലും അവർ ഉപയോഗിക്കൊന്നുമില്ല എന്നുള്ളൂ. ആ മോണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ബാടാ നീ കുറേ നേരമില്ല എന്നാ പിടിച്ചോ. പക്ഷെ അതാ പറഞ്ഞു ഇമ്മാര് ലാഗാറൊന്നുമില്ല. ലോങ്ങിന്നൊക്കെ അടിക്കില്ലേ എന്നാ പിടിച്ചോ. ഓ വല്ലാത്ത എറിയായിപ്പോയി. കുഴപ്പമില്ല, നമ്മുടെ ഹീലാവുണ്ട്. നമുക്ക് ഒന്നാൻ പറ്റൂല ഗൈസ്. അവൻ അവിടെ ഇക്കണ്ട്. ശേഷം എനിക്കാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഇട്ട് കൂട്ടിയാലോ. വന്നുണ്ട് നായില്ല പോലും എനിക്കറിയായിരുന്നു. എൻ്റെ മോനെ എന്നടാ മതി. വല്ലാത്ത ഡാമായിപ്പോയി. കീട് കൊടുത്തുണ്ട് അത്രോള. പക്ഷെ അതറിഞ്ഞ M18 കീട് ഹെഡ്ഷോട്ട് കൊടുത്തുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് സ്പാസും കൊണ്ടൊരു ഹെഡ്ഷോട്ട് കൊടുക്കാം. കണ്ട എൻ്റെ ഓടിയാനെ കണ്ട ഗൈസ്. നല്ല ഡീസൻ്റ് ഔട്ട്ഫിറ്റ് അല്ല എന്നാൽ കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഇതിനെ ഫുൾ ബണ്ടിലിട്ട് കാണിച്ചു തരാം. ശോകം തന്നെ ഗൈസ്. ഇവിടെ കുഞ്ഞിരിക്കുക. അപ്പോൾ എന്തേലും നോക്കാമല്ലോ ഗൈസ്. ഇട്ടല്ല അവനൊന്നും ചെയ്യാൻ പോലുള്ള.
പിടിച്ചോ, നിനക്കാണ് സമ്മാനം. വേണമെങ്കിൽ വാ. ജമാലുണ്ടെങ്കിൽ വായിരുണ്ടെങ്കിൽ പാടാ. പൊട്ടിക്കൊണ്ട് ഗൈസ്. ഞാൻ വരും. അത് പൊട്ടിച്ച അടുത്ത അടിച്ചോ ഗൈസ്. മുഹമ്മദാ ഈ വെറുതെ എൻ്റെ പേരിനെ തുടക്കം മുഹമ്മദ് തന്നെയാണ്. റെസ്പെക്ട് ഗൈസ്. ഗൈസ് 4-4 നമുക്കത് പൊട്ടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് അടുത്ത പൊട്ടിക്കാനുണ്ട്. പക്ഷേ ഇത് വെപ്പൺ റോളൊക്കെ സാധനം തന്നെ കേട്ടോ. അമേരിക്കക്കാരുടെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചില്ല മാജിക് സോറിലപ്പോൾ എന്തായിരിക്കും. പക്ഷെ അവൻ വല്ല കുത്തിപ്പിടി കണ്ണെടുത്തുണ്ടാവും എന്നെ തോപ്പിക്കാൻ വേണ്ടി. എടാ പന്നി വാടാ. FK അവന് കാശ് പൊട്ടിച്ചോണ്ടാവ്. പോടേക്കാ മുഹമ്മദേ, എന്നോടാണാ കളി കള്ള. പക്ഷെ MR സോറ് പൊട്ടിച്ചിട്ടു മുഹമ്മദിനെ. പക്ഷെ അടുത്തത് നമുക്ക് BR കളിക്കോ CS കളിക്കോ എന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോർ ഒക്കെ അതിന് വല്ല ഏതായാലും ബണ്ടിലൊക്കെ വന്നാലോ. ഓക്കെ എൻ്റെ മോനെ ഒരു കാശിനും കൊള്ളില്ലാത്ത വണ്ടിയിൽ മാജിക് ക്യൂബ് സ്റ്റോറിൽ പോയാലോ. അവിടെ ഇതൊക്കെ ഇന്ത്യൻ സെർവറിലുണ്ട് ഇങ്ങനത്തെ ബണ്ടിൽ. അവിടെ കോബ്ര സ്പ്രിൻ്റർ ബണ്ടിലും കൊടുക്കുന്നുണ്ട് മാതിരി. അവിടെ ഇറ്റർണൽ ഡയമണ്ട് ഇതൊക്കെ എന്താ ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കോ. മിഡ് നൈറ്റ് ഓണിയോ ഇതൊക്കെ ഉണ്ട്. മിഡ് നൈറ്റ് ഓണി മസ്ക് സ്കൾപങ്സ്റ്റർ മിസ്റ്റർ റോസ് ക്രീം ആ പട്ടീൻ്റെ വാസ്ക് ഇതിന് ഭയങ്കര ജിഞ്ചർ ലോൽ ഫേസ് പ്രിൻ്റൊക്കെ ഉണ്ട്. സിമോട്ട് ഇതൊക്കെ ആദ്യമായിട്ടാണോ? ബാറ്റ്ലിൻ സ്റ്റൈൽ എൻ്റെ ഇതുണ്ടായിരുന്നു. ഷാറ്റർ റിയാലിറ്റി ഇത് പുതിയതായിട്ടാണ്. ഇതൊക്കെ എന്തിമോട്ടറാ ഗ്രേറ്റ് കണ്ടക്ടറാണ് എന്തി പറയണത്. ഡിബങ്ക് ഓളിൻ കൺട്രോൾ ഉപ്പിടുന്നു അല്ലെങ്കിൽ ആ കളർ ബ്ലാസ്റ്റാണ്. ബോണിഫ്യൂസ് ഇക്കറി ഫ്ലെക്സ് ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളതാണ്. ക്ലാപ്പ് ഹാൻസ് നമുക്ക് ഏറ്റവും അടിയിപ്പോൾ ഇതുണ്ട്. ബസ് ലിറ്ററിൽ ഇന്ത്യയിൽ ഹായ് നോട്ടുണ്ട് അടിക്കണ്ട. അപ്പം ഷഫ്ലിങ് മറ്റേ തല തിരിഞ്ഞടിക്കണം. ആ ഷിമറി നോട്ട് ചെയ്തിട്ടുണ്ട്. മാജിക് ക്യൂബിനുണ്ടാ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. നെയിം ചേഞ്ചിങ് കാർഡുണ്ട്. അതെ ഇട്ടരുതേ ഇത് ഈ സാധനം ന്യൂബികൾക്ക് വേണ്ടി ഇതുണ്ട്. ഇതെന്നെ മറ്റേ ന്യൂബൊക്കെ ഉള്ള ഗൈസ് കാണിച്ചില്ല. നമ്മൾ 44 ഗൈസ് ഒരു 470 വേണം ഗൈസ്. ഇതിന് എന്തെങ്കിലും എടുക്കാൻ ഗൈസ് ഞാൻ പീണതിൻ്റെ എടുക്കുള്ളൂ. ഞാൻ മാഗ് ഒരിക്കലും ഉപയോഗിക്കാറ് പോയില്ല. ഇത് വല്ലതും കിട്ടും മോനെ സെറ്റപ്പാ. സ്കൈ ഡൈവ് ഗൈസ് പറഞ്ഞ് ബോറാക്കണ്ട. നമുക്ക് CS സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് ഒന്നും കൂടെ പറയണം പ്ലീസ് ലൈക്ക്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വീഡിയോ കാണിച്ചാലും ഇല്ലേ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് അമേരിക്ക സെർവറിലുള്ള അക്കൗണ്ടാണ്. സോ അമേരിക്ക സെർവറിൽ കളിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പക്ഷെ ഭാഗമുണ്ട് ഗൈസ്. ലിറ്ററലി ഇതിനകത്ത് ഹീറോയ്ക്ക് അടിക്കുന്നത് കുറച്ച് എളുപ്പമായി ഗൈസ്. കാരണം കണ്ട ഇതെല്ലാം ബോട്ടാണ് ഗൈസ്. ബോട്ട് കാട്ടുബോട്ടുകളാണ് പറഞ്ഞു ഗൈസ്. ബോട്ടുകൾ അല്ലെ ഒന്നാക്ക ബോട്ടുകൾ ഗൈസ്. നമുക്കത് എളുപ്പത്തിൽ അടിച്ചത് കാരണം നമ്മൾ ഇന്ത്യ സർവ് അടിച്ചോട്ട് അടുത്തത് ട്രിപ്പിളോ എനിക്ക് ഇഷ്ടം. ട്രിപ്പിളാണ് ഏസ് എടുക്കാൻ പറ്റിയ ഏസ്. അത് കാരണം മാരി ഡെസേർട്ട് കേട്ടോ അത് പറഞ്ഞ ഗൈസ് ഇമാരി ഒന്നാക്കാൻ ഇയാളിട്ട് അത് പൊട്ടിക്കാനേ നോക്കുള്ളൂ. ഇമാരി പാട്ടിന് ഉപകളായി ഇതിനൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ പൈസ കൊടുക്കണം. പക്ഷെ ഇവരുടെ ബോട്ടുകൾക്കൊരു ഇത് ഇട്ട് കൊടുക്കണേ. റിസർവ് ബണ്ടിൽ തൈക്കോണ്ട് കാരണം എന്ത് ബോട്ടുകൾക്ക് വല്ലാത്തൊരു ഭാഗ്യമായിരിക്കും.
അടുത്തത് ഭയങ്കര എളുപ്പമായിരുന്നു. നിന്റെ കണ്ണാടി അതാർന്നേ കാട്ടു ബോട്ടുകൾ നമുക്കിതിൽ ഒന്നുമല്ല. ഹെൽമെറ്റ് വെറുതെ എടുത്ത് കഴിച്ചു. എന്നാൽ ആ ബോട്ടുകൾ നമുക്ക് നല്ല ഡാമേജ് ഉണ്ട്. ഒരു ഗ്രനേഡ് ഗ്രനേഡും കൊണ്ട് കൊല്ല ഗൈസ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. സൈറ്റ് ഇഷ്ടമില്ല. എൻ്റെ മാറാൻ സൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ സൈറ്റ് എടുത്തു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിചാരിച്ചു മറ്റേതുപോലെ ആയിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ എന്ത് കഴിച്ച് പിന്നെ ഓടാവില്ല ഇത്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബോട്ടുകൾ വരുമോ? വന്ന് ബോട്ടുകൾ വന്നു. ഫസ്റ്റ് വെരി അമേസിങ്. ബോട്ടുകളെക്കാട്ടും അടുത്ത കൊള്ളിയാത്ത ബോട്ടുകൾ. റോ ഗെയിമറാ ലിറ്ററൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിറച്ചു. ഞാൻ പറഞ്ഞേണ്ട പക്ഷേ ലിറ്ററൽ 2 ഡേയ്സ് എടുത്ത് 11 ഇല്ലായി. ശരി ആദ്യം ഒരു ട്രിപ്പിൾ എടുത്തു. പിന്നെ പക്ഷെ നേരെ ചെന്നാൽ മതി. കാരണം ബോട്ടുകൾക്ക് ആകെ നേരല്ല. അത് പിന്നെ നാളഞ്ഞും പൊളഞ്ഞും നമ്മളെ പോലെ പോകില്ലായി. പിന്നെ സെർവറിൽ ഞാൻ പക്ഷെ ആദ്യത്തെ കളിയിലില്ലേ പ്രോ പ്ലേസ് ആണ് ഓക്കെ. പക്ഷെ ബോട്ടുകൾ അനങ്ങളല്ല കണ്ടോ ഐസ്. ഇപ്പൊ തന്നെ വരും എല്ലാ ചാട ബോട്ടുകളും. മതി അടുത്തത് ട്രിപ്പിളോ 15 ഇല്ലായിരുന്നു. 14. ഓക്കെ ആരി എന്ന് പറഞ്ഞ ഏതോ ബോട്ട് നമുക്ക് ലൈഫ് കിട്ടുന്നു. എന്ത് എളുപ്പമെന്ന് അറിയുമോ? ബ്രോൺസ് ആയി നമ്മൾ അമ്മയുടെ എളുപ്പം വയസ്സ്. അപ്പോൾ വയസ്സ് വാട്ട് ഇഫ് ഗ്രാൻഡ് മാസ്റ്റർ രൂപയാണെങ്കിൽ ഇമ്മാരി ബോട്ടായിരിക്കുമോ? സാധാരണ അമേരിക്കക്കാർക്ക് കൊള്ളൂരത്തെ ഫോർട്ട്നൈറ്റ് അല്ലേ. അപ്പോൾ സ്കൂളിൽ നേരെ എടുക്കണമെങ്കിൽ ഐ എം സോറി ഐസ്. ഞാൻ കുറച്ച് നേരം എടുത്തെന്നുള്ളൂ. വയസ്സ് അടുത്ത് നമുക്ക് BR പോവാം. അപ്പോഴും അക്ഷയ കേസിനെ പോലത്തെ എല്ലാവന്മാർ വരുമോ നോക്കാം. വയസ്സ് സോറി കേട്ടോ ഇത്രയും നേരം എടുത്താൽ. അപ്പോൾ രാവിലെ ഇടാൻ പറ്റുമോ വയസ്സ്? രാവിലെ പനി എനിക്ക് വയറൊക്കെ ആയിരുന്നു വയസ്സ്. അതുകൊണ്ടാണ് കളിച്ചത്. ഒരു ഡൗൺ പാൻറ് ഇട്ടാ മോനെ ഫ്ലാഗ് ഇമോട്ട് ഇട്ട് കൊടുക്കുന്നത്. വീട്ടു പ്ലെയർ ഉണ്ട്. സാധാരണ ഫ്ലാഗ് ഇമോട്ട് ഇട്ട് കൊടുക്കുന്നത്. പ്രിപ്പയർ ആയിട്ടിരുന്നു ഐസ്. നല്ല മോട്ടർ റിമൈൻസ് കേൾക്കും. അപ്പോൾ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ 25% തട്ടാൻ കഴിയും. ലിറ്ററലി ഫ്ലാഗ് ഇമോട്ട് ഇട്ട് കൊടുത്ത് പ്രോ പ്ലെയർ കണ്ടുകഴിഞ്ഞു. സാധാരണ നമുക്ക് ജയിക്കാൻ നമുക്ക് ഫ്ലാഗ് ഇമോട്ട് ഇട്ട് അവൂക്കോന്നാണ് തട്ടുന്നത്. എന്തത് അത് VSS ആടാ പോടാ. VSS ഒക്കെ എന്താ കണ്ണേ കണ്ടുപിടിക്കും. VSS ഒട്ടും ഡാമേജ് ഇല്ലാത്തൊരു ഗണ്ണാണ്. മാഗസിൻ ഒന്നും കുഴപ്പമില്ല. കൂത്തി പിടിച്ച് വന്നതുണ്ട്. ഓക്കെ മറ്റുണ്ടൊക്കെ ഇതെന്ത് ഹീലിൻ്റെ അല്ലല്ലോ. അത് ഹീലാ ഹീലായിട്ടുണ്ട്. SMG മാഗോ വേണ്ട. ഓക്കെ ഗായ്സ് സ്നൈപ്പർ സ്നൈപ്പർ എന്ന് വെച്ചാൽ ഗായ്സ് ബോട്ടുകൾ വന്നാൽ നമുക്ക് ബോട്ടുകൾ തട്ടേണ്ട ഈസി ആയിട്ട്. അതിൻ്റെ സ്നൈപ്പർ M2 കിട്ടും പറയാൻ പറ്റൂല. പക്ഷേ ഇത് ആർസനൽ തുറന്നു നടക്കാം കിടില്ല. എനിക്ക് കണ്ണി കണ്ടുകൂടാ. ആർസനലോട്ട് പോവാം. പക്ഷേ ഈ സാധനം പൊട്ടി അതെ
ഓക്കെ മിയർ പ്ലേസ് ആർ സ്കാൻഡ് അത് പറഞ്ഞ ഗൈസ്. ഓക്കെ 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 ആ സൈഡിൽ ഒരുത്തരുണ്ട്, പക്ഷെ എന്തായാലും അവൻ ആർസനിലോട്ട് കൊതിക്കുമ്പോൾ നമ്മൾ തട്ടും. എന്തുണ്ട് ഓക്കെ ഹെൽമെറ്റ് ഉണ്ട്, കുടുക്കാച്ചി ഹെൽമെറ്റ് ഉണ്ട്. എന്തത് M60 ഉണ്ട്, M10 ഉണ്ട്, സ്കാർ വണ്ണ മതി എന്നത് മതി. M4 ആണ് അടുത്ത സ്നൈപ്പറുണ്ട് തന്നേക്ക്. പക്ഷെ അത്യാവശ്യം ഉണ്ടായി കണ്ടിട്ടുണ്ട് 45. പക്ഷെ അതിന് മണ്ടയിലല്ലേ ഇനി ഇത് കൂടുതലും ഗ്ലൂ ആയിട്ടെടുക്കും. എന്റെ മോനെ എന്താ ഗുഡ് ഫ്ലോ പ്ലെയർ. എന്റെ മോന് ഏതാ സ്കില്ലാ പറയണല്ല ഗൈസ്. എന്റെ മോനെ ഭയങ്കര പാടാ ഗൈസ്, പറയണല്ലേ ഇമാതിരി. ഓഫ് വല്ലാതെ ഹെൽത്ത് ഗൈസ്. ഞാൻ ചേച്ചി ബോട്ടാന്ന്. എൻ്റെ ഒരു ഏതാ ഗ്ലൂവാൾ സ്കിന്നൊക്കെ ഇത് കണ്ടാ, മറ്റേ ലൈഫ് പാസിനൊക്കെ ഈ ഗ്ലൂവാൾ സ്കിന്നൊക്കെ കണ്ട ഗൈസ്. വിശ്വസിക്കാൻ പറ്റൂല ഇപ്പോൾ ഒരാളെ. അവിടെ ഉണ്ട് എനിമീസ്, പക്ഷെ ഭയങ്കര പേടിയാണ് ഗൈസ് ലിറ്ററലി. ഓക്കെ അവിടെ ഉണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുമ്മിട്ട്. പക്ഷെ ഇതൊരു ലോങ് വീഡിയോ ആണ്, നിങ്ങൾക്ക് പേഷ്യൻസ് എനിക്ക് മാത്രം കാണുക പ്ലീസ്. പാരഡോക്സ് ബോട്ടുകളെ പോലെ തന്നെയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് കളി കളിക്കുന്നു. നമ്മുടെ മെനൂസിൽ പോയി സമയം നിനക്ക് പോയി. അപ്പോൾ ശരി എന്നാൽ സാർദാനേട്ടാ നമുക്കൊരു കുടു ഹെഡ് ഷോട്ട് അടിക്കാൻ പോവാ. ഞാനൊരു കുത്തി പിടിയും കൊണ്ട് അടിച്ചു. മിക്കവാറും ഈ പ്രോ പ്ലേയേഴ്സിനെ പോലത്തെ ആൾക്കാർ എന്നെ അടിച്ചു. ഞാൻ വിചാരിച്ചത് ഈ ബ്രോൺസിൽ കാട്ട് ബോട്ടുകളാണ്. എന്ത് റിയാലിറ്റി എന്താ അവൻ്റെ ലോമി. പക്ഷേ പാത്തിനെ ഗ്ലൂ മെഡടിക്കാൻ പോലും സമ്മതിച്ചില്ല. എടാ എനിമീസ് എടാ, കുത്തിപ്പിടിക്കാൻ പറ്റിയ കണ്ണേ ഇല്ല. പക്ഷെ വളരെ കഷ്ടം. അതെന്താ നമ്മൾ ഈ സ്ഥലത്തെടുത്ത എനിമീസിനെ അടിച്ചിട്ട് തോന്നുന്നുണ്ട് 4 എനിമീനെ കിട്ടി. ഒരെണ്ണത്തിനെ സ്നൈപ്പർ വെച്ചടിച്ചിട്ട്, മറ്റേതൊരു മീൻ യൂസിങ് കൊണ്ട് അടിച്ചിട്ട്, പിന്നെ 2 എണ്ണത്തിന് സ്നൈപ്പർ വെച്ചടിച്ചിട്ട് സ്കൈ സ്നൈപ്പർ. പറയല്ലോ ഗൈസ്, വല്ലവനെ ആർസനിൽ കയറി ലൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ചെയ്യണ്ടാവും ഗൈസ്. എനിക്കറിയാമല്ലോ അതിൻ്റെ കഷ്ടപ്പാട്, ഞാനും ചെയ്തുകൊണ്ട് കുറേ എനിമീനെ അടിച്ചിട്ടോട്ടുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ വല്ല ഉപകാരം ഉണ്ടാവും. നമുക്ക് 4 ലെവൽ വെസ്റ്റൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു പ്ലെയർ പ്രോ പ്ലെയർ ഗൈസ്. ഓൾറെഡി 7 കില്ലുണ്ട് നമുക്ക് ഇതിനകത്തൊന്നും എന്തോ സോളോ ഡെയർ വാങ്ങിക്കാം ഗൈസ്. സോളോ ഡെയർ നമുക്ക് നോക്കാം. വർത്തിക്കോ ഒരം കൊടുത്തു ഇവിടെ ഇങ്ങനെ ഇടിച്ചു. സ്നൈപ്പർ കൊണ്ട് 2 ഷോട്ട് എടുത്തിട്ടുണ്ട്. ഓഫ് ചാത്തൊന്ന് ചേച്ചി വേണ്ട അടിച്ച ഈ ഓപ്പൺ സ്പേസിൽ ആദ്യം എന്നെ അടിക്കാമെന്ന് അയച്ചു വണ്ടി ഇടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കണം. പന്നി കണ്ടാ പറോ പ്ലേസ്. അടുത്തത് ഇവിടെയാണ് കുറച്ച് എനിമീസ് ഉള്ളത്. അവിടെ ഇട്ടുണ്ട്. ഇനി എനിമി എവിടെ ആണോ കാണുന്നത് അവിടെ നമ്മൾ ക്വസ്റ്റ് കംപ്ലീറ്റഡ്. എന്ത് ക്വസ്റ്റ്? 8 ആൾക്കാരല്ലേ വന്നു. എയർ ഡ്രോപ്സ് വിൽ സ്റ്റാർട്ട് ടു ഫോൾ. എൻ്റെ പൊന്നോ നമുക്ക് ഏതൊരു എയർ ഡ്രോപ്പ് നമുക്ക് പിടിക്കാം. ചോർന്നില്ലേ ഇവിടെ അടുത്തൊന്നും വീഴാതെ അല്ല. അവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു പെട്ടിയുണ്ട്. പാണി കിട്ടി.
നീ ബാടാ. ഓ ചപ്പലി ഗൈസ്. എന്തൊരുമാരി ലിറ്ററലി ഗുഡ് പ്ലേയേഴ്സ്. എനിക്ക് അവന്മാരെ ഒന്നും ചെയ്യാൻ ഞാനാ ഫുള്ള് കൊടുത്തു. കിങ് സോഡ എടുക്കുക, അതാണ് കുറേ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. കിങ് സോഡ എന്താ സീസൺ ഇത് എടുത്തിട്ടുണ്ട്. എന്താ ഒക്കെ ഉണ്ട്. അയ്യോ ബസ് എൻട്രി ചെയ്യാൻ സമ്മതിക്കല്ല ബസ്. ഈ ഐറ്റം കാരണം എനിക്ക് കയറാൻ പറ്റുള്ള. അയ്യോ ഓക്കെ ബസ്. അകത്ത് 2 ആൾക്കാരുണ്ട്. കാണിക്കണ്ട്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. സോറി പകുതി വെച്ച് നിർത്തേണ്ട വന്നു. ലിറ്ററലി 26 മണിക്കൂറിൻ്റെ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇത്ര പേഷ്യൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ പോകുന്നു. ബൈ.